നമസ്കാരം. ബോബിക്കെതിരെ ഹണി ട്രാപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ ബഹുമാനപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുകയാണ്. പേര് പറഞ്ഞില്ലെങ്കിലും കുത്തി നോവിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കുറിപ്പ് തന്നെയാണ് ഹണി റോസ് ഇവിടെ നമുക്ക് കാണത്തക്ക വണ്ണം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ അവിടെ പോയി കാണും. ഇത് എനിക്ക് ഏതല്ല ജോലി അവിടെ പോയി കാണിക്കുന്ന. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് വരാം. എന്താണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനത് ഇത്രത്തോളം പ്രകോപനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഭാഷണം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് വന്നത് കൊണ്ട് തന്നെ, വേറൊന്നും ഇല്ലാത്തോണ്ടായിട്ട് ഒന്നും തോന്നില്ലേ. ഈ തട്ടിക്കുട്ടി സാധനമൊക്കെ ഞാൻ ഇടുക, എനിക്ക് വ്യൂ കിട്ടണം, കാശ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും അന്തി ചർച്ചയിലേക്ക് വരാം. ആ ഒരു വീഡിയോ. നമസ്കാരം. വാടാ വാ 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 വാ. പെട്ടെന്ന് വ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതെ ബോച്ചയുടെ കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, കുന്തി ദേവി അതൊരു തെറ്റാണോ? പക്ഷെ ഹണി റോസ് ആവുമ്പം നമ്മുടെയൊക്കെ നല്ല മനസ്സാവണോടാ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്ന ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ, ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഒരു തരത്തിൽ നോക്കുമ്പോ അങ്ങേര് പറയുന്നത് കറക്റ്റാ. മറ്റൊരു തരത്തിൽ നോക്കുമ്പം നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല. മുമ്പിത്തരെ വാ പറഞ്ഞേ ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചെ, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളി ആയതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. രണ്ടർത്ഥവാ, ഡബിൾ മീനിങ്ങിന്റെ അങ്ങേയറ്റാണ് ഇയാള്. ആ മൈക്ക് പിടിച്ചേക്കുന്ന കൊള്ളാലോ. നാളെ മുതൽ ഏറില്ല കേട്ടോ, ഒന്നും തോന്നില്ലേ പോച്ചേ. ഇങ്ങനെ ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത. അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ ഡബിൾ അർത്ഥത്തിലാണ്. സത്യം പറഞ്ഞാല് കളിയാക്കുവാണെന്നാണ് തോന്നുന്നത്. പക്ഷെ കേരളത്തിലെ മലയാള സിനിമയിലെ നടിമാരെ ഒന്നടങ്കമാണ് പച്ചപ്പൊലയായിട്ട് പറയുന്ന പുള്ളി. പക്ഷെ അതാണോ ചോദിച്ചാ എന്നാ അല്ലതാനും. അതാണല്ലോ പുള്ളിയുടെ ഒരു സംസാര രീതി. അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. അത് തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഉള്ള കാര്യം പറയട്ടെ, പുള്ളി പറഞ്ഞ തന്നെ, പുള്ളി ഡബിൾ അത് അർത്ഥത്തിൽ തന്നെ പറഞ്ഞ അത് അവർക്ക് കൊണ്ടു. ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ തിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് തമാശയായിട്ട് എടുക്കേണ്ടവർക്ക് തമാശയായിട്ട് എടുക്കാം. ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പൊ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നിൽ.
എങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവര്, കൂളാവുന്നവര്, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ഏറി കയറ്റാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ വേണേലും പുള്ളി എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിലെടുക്കാം. ആ അർത്ഥത്തിലെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, എല്ലാ രീതികളും കാണിക്കുന്നുണ്ട്. ഞാനും ചുമ്മാ 5-6 മിനിറ്റിന്റെ ഒരു വീഡിയോ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. എനിക്ക് പുള്ളി ഭയങ്കര കാര്യമാണ്, നമ്മൾ തമ്മിൽ വേറെ ഡീലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ചേച്ചിയും വലിയ കാര്യമാണ്. കുന്തി ദേവി നിങ്ങേരി പറഞ്ഞത് അവരെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി മയക്കപ്പം പിടിച്ചാലും ഇങ്ങനെ തന്നെ കുറുമ്പനാ. നാളെ എന്നെ പറ്റി വീഡിയോ ഒക്കെ ചെയ്ത് 10 പേര് അറിയിച്ച് ഈ വീഡിയോ ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കണേ. ആരെങ്കിലും ഒക്കെ കൂട്ടം വിക്കറ്റൊക്കെ ഞാൻ നാളെ വേറെ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ കൊണ്ടുവരാം. ഇതൊന്നും എനിക്ക് ചെയ്ത് വലിയ വശമൊന്നുമില്ല. കുറച്ച് വ്യൂ ഉണ്ടാക്കണം, ഇവിടെ നിന്നൊക്കെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോകണം. എന്റെ മൂഡ് വേറെയാ, തൽക്കാലം ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എടാ ഒരു ദിവസം എത്ര തവണ ഞാൻ പറയുന്നത് നമസ്കാരം.